എന്താണ് ആദ്യം ചെയ്യുന്നത്? നമുക്ക് വെടിക്കെട്ട് നോക്കാം. വെടിക്കെട്ട് ഗംഭീരമായിരിക്കും. ആദ്യം തന്നെ വെടിക്കെട്ടോടെ മാലപ്പടക്കത്തിൽ നിന്ന് തുടങ്ങാം. അപ്പൊ ഇത് സാധാരണ വീടുകളിൽ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന പ്ലാസ്റ്റിക് കവറാണ്. അത് നമ്മൾ ടൈറ്റ് ആക്കി വെക്കുക. ഓക്കെ. പിന്നെ ഇത് ഗിഫ്റ്റ് പൊതിയുന്ന ഒത്തിരി ശബ്ദം കൂടിയ ടൈപ്പാണ്. അപ്പൊ നമുക്കിത് മാലപ്പടക്കത്തിന് ഒപ്പം തന്നെ ഗുണ്ടുണ്ടല്ലോ, അപ്പൊ അതിന്റെ ശബ്ദത്തിനാണ് നമ്മളിത് പടക്കമുള്ളപ്പോ നമ്മൾ പൊട്ടിക്കാൻ പോകുന്നത്. മാലപ്പടക്കം കൊളുത്തിട്ടേ അപ്പൊ ഞാൻ കൊടുത്തോ കൊളുത്താൻ പോണേ. കൊളുത്തി കൊളുത്തി കൊളുത്തി. സൂപ്പർ, കുഴപ്പമില്ല കുഴപ്പമില്ല, അടിപൊളി അടിപൊളി അടിപൊളി. അത് കൊള്ളാം. നമ്മള് വിഷ്വലി ഒരു സാധനം കൂടെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ഈ വരുന്ന സാധനമാണ് ഈ കവേഴ്സ് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും അല്ലെ നമ്മൾ ചെയ്യുമ്പോഴും. അപ്പൊ കുറച്ചേ നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുള്ളൂ. പൊട്ടുന്നതിന് മുമ്പ് മാലപ്പടക്കം അവിടെ തീരണം. കൊള്ളാം. എന്തായാലും പടക്കം അടിപൊളിയായിരുന്നു. ഇനി അടുത്ത ഇത് വെച്ച് ട്രെയിൻ പോകുന്ന ഒരു ശബ്ദം നോക്കാം. ഈ ഗിഫ്റ്റ് റാപ്പ് വെച്ച് ട്രെയിൻ പോകുന്നത്. ട്രെയിനാണ്, ശ്രദ്ധിച്ചോളാം. നമ്മുടെ ട്രെയിൻ റെഡിയാണേ. ഞാൻ ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പോവാണ്. ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പോവാണ്. ഗ്രീൻ സിഗ്നൽ കാണിച്ചിരിക്കും. ട്രെയിൻ വരട്ടെ. കൊള്ളാം. നമ്മൾ ട്രെയിനിൽ ഇരുന്ന് സഞ്ചരിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന പോലെ അല്ലേ? ഗംഭീരായിരുന്നു ഗംഭീരായിരുന്നു. അപ്പൊ അങ്ങനെ ഗിഫ്റ്റ് റാപ്പ് കൊണ്ട് നമ്മൾ ട്രെയിനിലും സഞ്ചരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത എന്താണ്? കുട്ടിയുടെ കവറുകൊണ്ട് നമുക്ക് ആപ്പയുടെ ഓട്ടോ ഇല്ലേ? ഓട്ടോ അത് പോകുന്ന രീതി, ഓട്ടോയുടെ സൗണ്ട് ആണ്. ഈ ഗിഫ്റ്റ് റാപ്പ് ആവശ്യമുണ്ടോ? നമ്മുടെ ഓട്ടോറിക്ഷ റെഡിയാണ്. ഓട്ടോറിക്ഷ വിടട്ടെ. ഓട്ടോ പോട്ടെ. അയ്യോ, അത് ഗംഭീരമായിരുന്നു കേട്ടോ. കൊള്ളാം കൊള്ളാം. ഓട്ടോ അങ്ങനെ ഓട്ടോ വന്ന് പോയിരിക്കുകയാണ്. അടുത്ത ഏതാണ്? ഇതിന്റെ വേറൊരു കട്ടി അഡ്ജസ്റ്റ് ചെയ്ത ഒരു കവറുണ്ട്, ഇത്തിരി കട്ടി കൂടിയത്. നമുക്ക് തയ്യൽ മെഷീൻ ഇതിനകത്ത് വർക്ക് ചെയ്യാം. തയ്യൽ മെഷീൻ. ഓക്കെ. ഗംഭീരായിരുന്നു ഗംഭീരായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഓരോ സൗണ്ടുകളും നമ്മളിപ്പോൾ കേൾക്കുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലാണ്.